വിളപ്പിൽ ഇരട്ടക്കുളത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വയോജന പാർക്കിന്റെ നടപ്പാത ഇടിഞ്ഞു. MLA ഫണ്ടിൽ നിന്നും 58 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കിന്റെ നടപ്പാതയാണ് ഇടിഞ്ഞത്. ഇന്നലെ മുതൽ പെയ്ത മഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ടായതാണ് മണ്ണിടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സുനിഷ അയലൂർ ആ പ്രദേശത്തു നിന്നും ചേരുകയാണ്. സുനിഷയിലേക്ക്. തിരുവനന്തപുരം വിളപ്പിൽ ഇരട്ടക്കുളം ഭാഗത്താണ് ഞാനുള്ളത്. നമുക്കിതാ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നവീകരിച്ച നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന വയോജന പാർക്കിന്റെ നടപ്പാതയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്ത മഴയിൽ ഇങ്ങനെ ഇടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് വയോജനങ്ങൾക്കെല്ലാം തന്നെ സൌകര്യപ്രദമായി വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പാകത്തിന് കൃത്യമായി ഒരു നടപ്പാത സംവിധാനമൊക്കെ ഒരുക്കി നവീകരിച്ചൊരു സ്ഥലമാണ് ഈ പറയുന്നത്. ഇന്റർലോക്കൊക്കെ ചെയ്ത വൃത്തിയായി വരികയും ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് തലസ്ഥാനത്താകെ ലഭിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഇടിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. വാർഡ് മെമ്പറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, എന്താണ് ഇങ്ങനെ ഇടിയാനുള്ള ഒരു സാഹചര്യം? നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പൂക്കൃഷി നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ അങ്ങനെ ഒരു വയോജന പാർക്ക് എന്ന ഒരു ആശയം നമ്മൾ രൂപപ്പെടുകയും വയോജന പാർക്കും ഓപ്പൺ ജിംനേഷ്യവും അങ്ങനെയായിരുന്നു ഈ ആശയം. അത് രൂപപ്പെട്ട് അതിന്റെ ഏകദേശം നിർമ്മാണ പ്രവർത്തനം പകുതിയോളം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിവിൽ വർക്കുകൾ തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. സിവിൽ വർക്ക്, ഇലക്ട്രിക് വർക്കുകൾ ഉൾപ്പെടെ ബാലൻസ് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ ഇന്റർലോക്ക് ഇട്ട സ്ഥലമെല്ലാം കഴിഞ്ഞ വർഷം പൂക്കൃഷി നടത്തി തട്ടുതട്ടായി കിടന്ന പ്രദേശമാണ്. അതിനെയെല്ലാം നിരത്തി ഞങ്ങളിങ്ങനെ ഇത് ബ്രിക്സൊക്കെ ഇട്ട് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും കാണാവുന്ന ആ നീരൊഴുക്ക്, ആ വലിയൊരു നീരൊഴുക്ക് മുകൾ ഭാഗത്തു നിന്നുണ്ടാവുകയും ആ നീരൊഴുക്ക് കാരണം ഈ മണ്ണൊലിപ്പ് ശക്തമായി വരികയും ഇന്നലെ രാത്രിക്ക് ശേഷം ഈ തുടർച്ചയായി നിന്ന മഴ, അതാണ് ഏറ്റവും പ്രധാനം. 2 ദിവസം ശക്തമായി നിന്ന മഴ കാരണം ഈ നീരൊഴുക്ക് ശക്തമാവുകയും അങ്ങനെ ഈ ഇന്റർലോക്ക് ഇങ്ങനെ തകർന്നു പോവുകയും അങ്ങനെ താഴെ ഉണ്ടായിരുന്ന പഴയ കെട്ടിന് ബലക്ഷയം സംഭവിക്കുകയും ചെയ്താണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ അടിയന്തരമായി തന്നെ നിർവഹണ ഉദ്യോഗസ്ഥരും എയും അതുപോലെ തന്നെ MLAയുമായും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ മഴ നിന്നാൽ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കാമെന്നും ഈ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടി ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഉദ്യോഗസ്ഥരടക്കം വന്ന് നോക്കിയൊരു പശ്ചാത്തലത്തിൽ ഇനി ഇതിന് മറ്റു അപകടങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ ബലപ്പെടുത്തുക എന്നുള്ളതാണ്, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വാർഡ് മെമ്പർ അടക്കം നമ്മളോട് പറയുന്നത്.